നമസ്കാരം. നമ്മൾ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഏതൊക്കെയായിരുന്നു? A, D, E, K കൊഴുപ്പിൽ ലയിക്കുന്നവയായിരുന്നു. അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസായ Bയെയും Cയെയും കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം നോക്കാം വൈറ്റമിൻ ബി തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വൈറ്റമിൻ ബിയിൽ B1, B2, B3, B5, B6, B7, B9, B12 ഇത്രയും വൈറ്റമിൻ ബിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ആദ്യം വൈറ്റമിൻ B1 പഠിക്കാം. വൈറ്റമിൻ B1നെ കുറിച്ച് പഠിക്കാം. B1ൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ തയാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B1 ആണ്. ഈ വൈറ്റമിൻ B1ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ആൻറ്റിബെറിബറി അല്ലെങ്കിൽ ബെറിബറി രോഗം. ഈ ബെറിബറി രോഗം ബാധിക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തെയാണ്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്നൊരു രോഗമാണ് ബെറിബറി. അത് B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. തയാമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B1 ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ അരിയുടെ തവിടിലാണ്. അരിയുടെ തവിടിൽ ധാരാളമായിട്ട് വൈറ്റമിൻ B1 കാണപ്പെടുന്നുണ്ട്. വൈറ്റമിൻ B2ൻ്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. അപ്പോൾ റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B2 ആണ്. ഈ വൈറ്റമിൻ B2ൻ്റെ 2 അപര്യാപ്തത രോഗങ്ങളാണ് ഗ്ലോസൈറ്റിസും ക്യുലോസിസും വൈറ്റമിൻ B2ൻ്റെ 2 അപര്യാപ്തത രോഗങ്ങളാണ്. ഗ്ലൈസൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ നാക്ക് പരുപരുത്തതാവുന്ന അവസ്ഥയാണ് ഗ്ലോസൈറ്റിസ്. അതുപോലെ ക്യുലോസിസ് എന്ന് പറയുന്നത് ചുണ്ടിൻ്റെ ഇടയ്ക്ക് വെള്ള കളർ വരുന്ന ഒരു രോഗമാണ്. ഇതാണ് B2 ആണ് റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നത്. B3യെ കുറിച്ച് നോക്കാം. വൈറ്റമിൻ B3 ആണ് നിയാസിൻ എന്നറിയപ്പെടുന്നത്. എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B3 ആണ്. ഈ വൈറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന രോഗം എപ്പോഴും ചോദിക്കുന്നതാണ്. പെല്ലഗ്ര എന്ന രോഗത്തിന് കാരണം വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ്റെ കുറവാണ്. പെല്ലഗ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുപരുത്തതാകുന്നു. നമ്മുടെ ത്വക്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം പരുപരുത്തതാവുന്നതാണ് പെല്ലഗ്ര. വൈറ്റമിൻ B5 ശാസ്ത്രീയ നാമം പ്രാന്തോതെനിക് ആസിഡ്. വേറെ ഒന്നും ഇതിനെപ്പറ്റി ചോദിച്ച് കണ്ടിട്ടില്ല. ഏതാണ് ഇമ്പോർട്ടൻ്റ്? വൈറ്റമിൻ B5 ആണ് പ്രാന്തോതെനിക് ആസിഡ്. അതുപോലെ വൈറ്റമിൻ B6 ആണ് വൈറഡോക്സിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B6 ആണ്. വൈറ്റമിൻ B7 ആണ് ബയോട്ടിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B7 ആണ്. അതുപോലെ വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാലും B7 ആണ്. വൈറ്റമിൻ B7ൻ്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ എന്നാണ്. അതുപോലെ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B7 ആണ്. വൈറ്റമിൻ B9ൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B9 ആണ്. വൈറ്റമിൻ B9ൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ എന്നത് വൈറ്റമിൻ B9ൻ്റെ ഒരു അപര്യാപ്തത രോഗമാണ്. പച്ച കളറുള്ള സസ്യങ്ങളിലൊക്കെ ഫോളിക് ആസിഡ് അല്ലെങ്കിൽ B9 ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അടുത്തത് വൈറ്റമിൻ B12. ഇത് സയാനോകൊബാലമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു അപര്യാപ്തത രോഗമാണ് പെർണീഷ്യസ് അനീമിയ. വൈറ്റമിൻ B12ൻ്റെ അപര്യാപ്തത രോഗമാണ്. അതുപോലെ നമ്മുടെ വൻകുടലിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ B12 ആണ്. വൻകുടലിൽ നിർമ്മിക്കുന്നത്. അതുപോലെ കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാലും വൈറ്റമിൻ B12 ആണ്. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ B12 ആണ്. പ്രധാനമായിട്ട് വൈറ്റമിൻ C ആണ് നമ്മൾ പറയുന്നത്. വൈറ്റമിൻ C ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ ഒരു അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. സ്കർവി വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ്. സ്കർവി എന്ന് പറഞ്ഞാൽ നമ്മളെ മോണയിലെ രക്തസ്രാവമാണ് സ്കർവി.
അതുപോലെ പുളിപ്പുള്ള ഫലങ്ങളിൽ നമ്മൾ ഓറഞ്ച്, മുന്തിരി, നെല്ലിക്ക ഇതിലൊക്കെ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആദ്യത്തെ കൃത്രിമ വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാലും വൈറ്റമിൻ സി ആണ്. നമ്മുടെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. അതുപോലെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനും വൈറ്റമിൻ സി ആണ്. നമുക്ക് പ്രതിരോധ ശക്തി തരുന്ന വൈറ്റമിനും വൈറ്റമിൻ സി ആണ്. അതുപോലെ മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന വൈറ്റമിൻസ് ഏതെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ആണ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസായ ബിയും സിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ക്വിക്കായിട്ട് വൈറ്റമിൻസ് പെട്ടെന്നൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതാണ് വൈറ്റമിൻസ് എന്ന് പറഞ്ഞു. ഇത് 1912 ഡോക്ടർ കാസിമിർ ഫങ്കാണ് കണ്ടുപിടിച്ചത്. ഈ വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് അപര്യാപ്തത രോഗങ്ങളെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വൈറ്റമിൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും. വൈറ്റമിൻ എ, ഡി, ഇ, കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ ബിയും സിയുമാണ്. പെട്ടെന്ന് ക്വിക്കായിട്ട് വൈറ്റമിൻസ് പെട്ടെന്നൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതാണ് വൈറ്റമിൻസ് എന്ന് പറഞ്ഞു. ഇത് 1912 ഡോക്ടർ കാസിമിർ ഫങ്കാണ് കണ്ടുപിടിച്ചത്. ഈ വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് അപര്യാപ്തത രോഗങ്ങളെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വൈറ്റമിൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും. വൈറ്റമിൻ എ, ഡി, ഇ, കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ ബിയും സിയുമാണ്. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ കരോട്ടിനോൾ, ആൻറ്റി സെറോഫ്താൽമിക് എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും സെറോഫ്താൽമിയയും. നിശാന്തത എന്ന് പറയുമ്പം മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കില്ല. സെറോഫ്താൽമിയ കോർണിയ നനവില്ലാത്തതും അതാര്യമാവുന്നതുമായ അവസ്ഥയാണ്. അതുപോലെ മത്സ്യം, മുട്ട, ഇലക്കറി, പപ്പായ ഇതിലൊക്കെ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ എ. അതുപോലെ ചുവന്ന മലക്കറികളിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കരളിൽ നിർമ്മിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ എ ആണ്. ഇത് വൈറ്റമിൻ ഡി ആണ്. ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എന്നാണ് കേട്ടോ. കാൽസിഫെറോളാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇത് കുട്ടികളിലാണ് കാണപ്പെടുന്നത്. അതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ ത്വക്കിൽ നിർമ്മിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു. നമ്മുടെ പല്ലിൻ്റെയും എല്ലിൻ്റെയും ഉറപ്പിന് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. അതുപോലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ പ്രവർത്തനങ്ങൾക്ക് വൈറ്റമിൻ ഡി ആവശ്യമാണ്. പാലിലും പാലുൽപ്പന്നങ്ങളിലുമൊക്കെ വൈറ്റമിൻ ധാരാളമുണ്ട്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു വൈറ്റമിൻ ഡി. അതുപോലെ നമ്മുടെ നാഡിയുടെ ആരോഗ്യത്തിനും വൈറ്റമിൻ ഡി ആവശ്യമാണ്. അടുത്ത വൈറ്റമിൻ ഇ ആണ്. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. ഒരു ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ തന്നെയാണ്. പ്രത്യുൽപാദന അവയവത്തെ സ്വാധീനിക്കുന്നു. പിന്നെ വൈറ്റമിൻ ഇ മുട്ടയുടെ മഞ്ഞയിലും മുളപ്പിച്ച പയർ, കപ്പലണ്ടിയിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അടുത്തത് വൈറ്റമിൻ കെ ആണ്. ഫില്ലോക്വിനോൾ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. കരളിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ കെ ആണ്. എന്നാൽ കരളിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ എ ആണ്. ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ബിയും സിയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതോടുകൂടി ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു.